വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആയിട്ടുള്ള സുഗതന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വധശ്രമ കേസിൽ ആണ് ഈ ഇടക്കാല ജാമ്യം ലഭിച്ചിട്ടുള്ളത്. നെടുമങ്ങാട് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, BJPയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒന്നാണല്ലോ ഇത്. തീർച്ചയായിട്ടും BJPക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് കോടതിയുടെ പരിഗണന 2 കേസുകളിലാണ് ഇപ്പോൾ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണന 2 കേസുകളിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് സുഗതനെ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ അനുമതി. സുഗതൻ 2 ആഴ്ച കൂടി സത്യപ്രതിജ്ഞ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗത്വം, നഗരസഭാ അംഗത്വം റദ്ദാകുമായിരുന്നു. അത് BJPക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയും ചെയ്യുമായിരുന്നു. ഏതായാലും ആ സാഹചര്യത്തിലാണ് BJP ഇപ്പോൾ രക്ഷപ്പെടുന്നത്. സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് വി അരുൺ നൽകിയത്. ഇന്നത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.